നമ്മളൊരു ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് അതല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ ആയിരിക്കാനുള്ള ധാരണ നമുക്ക് ആദ്യമേ ഉണ്ടാകണം. അങ്ങനെയുള്ളൊരു ധാരണയോട് കൂടി തന്നെയായിരിക്കും നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ടത്. കൃത്യമായി എത്തരത്തിലുള്ള കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്നുള്ള നല്ല ധാരണ നമുക്കുണ്ടാവണം. ഇങ്ങനെ കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ അവരെവിടെയാണുള്ളത് എന്നും അവർ ഏതൊക്കെ പ്ലാറ്റ്ഫോംസിലാണ് ആക്റ്റീവായിട്ടുള്ളത് എന്നും അവരിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ പറ്റുമെന്നുള്ള പ്ലാനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പർദ്ദ ഷോപ്പാണ് നമ്മൾ തുടങ്ങണമെന്ന് നിൽക്കാം. പർദ്ദ ഷോപ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് പർദ്ദ ഉപയോഗിക്കുന്ന ആളുകൾ എവിടേക്കാണുള്ളത്, അവർ ഏതൊക്കെ തരത്തിലുള്ള ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ മാർക്കറ്റിലാണ് അവർ പർച്ചേസ് ചെയ്യുന്നതെന്നുള്ള കൃത്യമായ ധാരണ നമുക്കുണ്ടാവണം. ഇപ്പോൾ ഒരു പട്ടുസാരി ആണെങ്കിലും ഇതേപോലെ തന്നെ അവർ ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ നിന്നുമാണ് വാങ്ങുന്നത്, ഏതൊക്കെ മാർക്കറ്റിൽ നിന്നുമാണ് വാങ്ങുന്നത്, അവർക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വരാൻ ചാൻസ് ഉള്ള ഏരിയ ഏതാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മളൊരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ കസ്റ്റമർ ആരാണെന്നും നമ്മുടെ കസ്റ്റമർ എവിടെയാണെന്നും മനസ്സിലാക്കി കൃത്യമായ പ്ലാനോട് കൂടി മാത്രം ബിസിനസ്സിന് ഇറങ്ങിത്തിരിക്കുക.